ശ്രീ റെജി, എന്നെ കേൾക്കാമല്ലോ അല്ലേ? അതെ, കേൾക്കാം കേൾക്കാം. റെജി, KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, നോക്കൂ, ഇതിന് ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരുന്നു. മേയർ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അത് KPCC ഭാരവാഹികൾ ഉണ്ടെങ്കിൽ അവർക്ക് പരിഗണന കൊടുക്കണം എന്നതായിരുന്നു. ഈ KPCC ഭാരവാഹിത്വത്തിന് ഇപ്പോൾ ദേശാഭിമാനി പത്രത്തിന്റെ വില പോലും കിട്ടിയില്ല എന്നൊരു ആക്ഷേപമാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കാൻ ഉണ്ടായിട്ടുള്ളത്. വലിയ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ വക്കിൽ നിന്ന് ഒരു മേയറെ തീരുമാനിക്കുന്ന ഒരു ആദ്യഘട്ട നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരം അഭിപ്രായങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും മുൻധാരണകളും ഒക്കെ അട്ടിമറിച്ച്, KPCCയുടെ നിർദ്ദേശങ്ങൾ പോലും അട്ടിമറിച്ച ഒരു തീരുമാനമെന്ന അതിനുള്ളിൽ നിന്ന് തന്നെ ആളുകൾ പറയണമെങ്കിൽ? രേണുക, ഈ എറണാകുളത്തെ വൻ വിജയം സമ്മാനിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ബഹുമാന്യായ ദീപ്തി മേരി വർഗീസ് അവിടെ മേയർ കാൻഡിഡേറ്റ് ആയിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. കേരളത്തിലെയും ജനങ്ങൾ അത് ആഗ്രഹിച്ചിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാർട്ടിയിലെ ഉന്നതമായ ഒരു പദവി വഹിക്കുന്നുണ്ട്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, അതുപോലെ AICCയുടെ അംഗമാണ്, അപ്പോ AICC ക്ഷണിതാവാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, എറണാകുളത്തെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതും ശ്രീമതി ദീപ്തി മേരി വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ചുമതല പാർട്ടി നേതൃത്വം ദീപ്തിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും ദീപ്തി മേരി വർഗീസ് കോർപ്പറേഷൻ മേയറായി വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എന്നാൽ ആ പ്രതീക്ഷയെ തകിടം മറിക്കുന്ന തരത്തിൽ കോൺഗ്രസിന്റെ ശ്രീ ജോർജ് പൊടിപ്പാറ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ ഈ വലിയ വിജയം ജനങ്ങൾ സമ്മാനിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാതെ, ആ ഒരു ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ ചില സ്ഥാപിത താല്പര്യക്കാരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഗണനയുടെ അടിസ്ഥാനത്തിലോ ആ ഒരു പദവി അവരെ വിശ്വാസത്തിലെടുക്കാതെ, അവരോട് ചർച്ച ചെയ്യാതെ നിഷേധിച്ചതിലെ ഒരു പരിഭവം എനിക്ക് തോന്നുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ അനുഭാവികൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ എന്നാലും നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ആദ്യ സംഭവമായി നമുക്ക് ഇതിനെ കണക്കാക്കാൻ കഴിയില്ല. ചില സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ഇത്തരത്തിൽ ചില കടുത്ത തീരുമാനങ്ങൾ ചിലപ്പോൾ പാർട്ടി നേതൃത്വത്തിന് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം രേണുക. അതായത് 2011 വൻ ഭൂരിപക്ഷം UDF അധികാരത്തിൽ വരുന്നു. അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശൻ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് സ്പീക്കർ സ്ഥാനം അദ്ദേഹത്തിന് നൽകപ്പെടുന്നു എന്നുള്ള വലിയ ഒരു പ്രചരണം ഉണ്ടാവുകയും അതനുസരിച്ച് ചില റിപ്പോർട്ടുകൾ വരികയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊക്കെ ആ സമയത്ത് നിയമസഭാ സെക്രട്ടേറിയറ്റിലെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ നേരിട്ട് കാണുകയും ഞങ്ങളുടെ അഭിനന്ദനം അറിയിക്കുകയും ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷവും തുടർന്ന് സ്പീക്കർ സ്ഥാനത്തിലേക്കൊക്കെ അദ്ദേഹം പരിഗണിക്കപ്പെടാതെ പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു ആദ്യ സംഭവമല്ല. ശ്രീമതി ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ച് ഇനിയും വലിയ പദവികൾ ഇനി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും അവരുടെ 31 വർഷത്തെ പാർട്ടി പാരമ്പര്യവും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കും ഒത്തുയർന്ന് അവർക്ക് അർഹമായിട്ടുള്ള ഒരു സ്ഥാനം നൽകണമായിരുന്നു. ആ നൽകാത്തതിലുള്ള ഒരു അപ്രീതി ജനങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് തോന്നുന്നു പാർട്ടി നേതൃത്വം അവരുടെ താങ്കൾ നമ്മളുടെ ഇൻട്രോ തന്നെ കേട്ടിരുന്നു എങ്കിൽ ഇത് ആദ്യ സംഭവമെന്ന് നമ്മൾ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്താണോ കോൺഗ്രസ് അതിന്റെ ആവർത്തനം ഉണ്ടാകുന്നു ഈ ഘട്ടത്തിലും എന്നതാണ് പറഞ്ഞിരുന്നത്. ഈ തെരഞ്ഞെടുപ്പുകൾ എത്രമാത്രം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ആഗ്രഹിച്ചതിനപ്പുറമുള്ള ഒരു മുന്നോട്ട് പോക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട്. നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട്, UDF സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് അത് വലിയ ഊർജം പകരും എന്നതാണ് കരുതിയിരുന്നത്. പക്ഷേ അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ, ഈ മേയർ തെരഞ്ഞെടുപ്പിൽ തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞ് പോരടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ താങ്കൾ പറഞ്ഞിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് എങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് പുറമേക്ക് ഈ വിഴുപ്പലക്കലുകൾ ഉണ്ടാകാത്ത തരത്തിൽ നടപ്പാക്കണമല്ലോ. അതാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ചെയ്യേണ്ടത്. പക്ഷെ അത് സാധ്യമായിട്ടില്ല. അവിടെ വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു. തീർച്ചയായും രേണുക ആ ഒരു വിമർശനം സ്വാഭാവികമായിട്ടും അത് വസ്തുതാ
ായിട്ട് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം KPCC നിഷ്കർഷിച്ചിട്ടുള്ള ചില ആ സർക്കുലറുകളുടെ വ്യവസ്ഥകൾ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. കാരണം ഒരു ടൈപ്പ് ഉണ്ടാകുകയാണെങ്കിൽ ഒരു നിഷ്പക്ഷ നിരീക്ഷകന്റെ സാന്നിധ്യത്തിൽ നിഷ്പക്ഷമായി ഒരു വോട്ടെടുപ്പ് നടത്തണമെന്നും പാർട്ടി ഉന്നതമായ പദവികൾ വഹിക്കുന്നവർക്ക് പ്രാധാന്യം നൽകണമെന്നും KPCC സർക്കുലറിൽ നിഷ്കർഷിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രാധാന്യവും ഒരു മുൻഗണനയും ദീപ്തി മേരി വർഗീസിന് തന്നെ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒഴിവാക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ചർച്ചകൾ നടത്തി അതിനുശേഷമായിരുന്നു അത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടിയിരുന്നത്. അത് ചെയ്യാതിരിക്കുന്നതിലുള്ള ഒരു അസ്വസ്ഥതയും ഒരു പരിഭവവും അല്ലെങ്കിൽ ഒരു എതിർപ്പും സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇത് കോൺഗ്രസ് നേതൃത്വം ഒഴിവാക്കേണ്ടതായിരുന്നു. നിശ്ചയമായിട്ടും കൂടിയാലോചനകൾ വഴിയും അല്ലെങ്കിൽ സമുന്നത നേതൃത്വം അതിൽ ഇടപെട്ടുകൊണ്ടും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങൾ നൽകിയ ഈ വമ്പിച്ച അംഗീകാരം അത് ഒരു ഇതേ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി കലുഷിതമാക്കി കളയാതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള വിവേചനം കോൺഗ്രസിന്റെ ചില പ്രാദേശികമായിട്ടുള്ള സീനിയർ നേതാക്കന്മാർ പുലർത്തേണ്ടതായിരുന്നു. അത് കൊച്ചിയിലെ ചില നേതാക്കന്മാർ ആ ഒരു വലിയ വികാരം ഉൾക്കൊണ്ടതായി നമുക്ക് കരുതുവാൻ കഴിയില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതായിരിക്കാം. പക്ഷെ ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. എന്തായാലും ഏതെങ്കിലും പ്രാദേശിക നേതാക്കൾക്ക് മാത്രം സംഭവിച്ച ഒരു വീഴ്ചയല്ലല്ലോ ഇത്. വളരെ ആസൂത്രിതമായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് നടന്നിട്ടുള്ള നീക്കങ്ങളാണ്. അങ്ങനെ നേതാക്കന്മാരുടെ ആശീർവാദത്തോടു കൂടിയാണ് ഓരോ അഭിപ്രായ പ്രകടനങ്ങൾ പോലും ഉണ്ടായിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഏതെങ്കിലും പ്രാദേശിക നേതാക്കൾ ആവേശം കൊണ്ട് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല കൊച്ചിയെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്നതെന്നത് വളരെ വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ BN ഹസ്കർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഹസ്കർ, പല ഇടത് ഹാൻഡിലുകളിലും ഞാൻ പല പോസ്റ്റുകളും വായിച്ചതിൽ നിന്ന് അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഞങ്ങൾ മികച്ച ഭരണം നൽകി എന്നിട്ടും മാറ്റി കുത്തിയില്ലേ, ഇനിയിപ്പോൾ അതാ കണ്ടോ അനുഭവിച്ചോ എന്ന് പറയുന്ന തരത്തിൽ ആ ഉള്ളടക്കത്തോടു കൂടിയുള്ള പല പോസ്റ്റുകളും ഇടത് ഹാൻഡിലുകൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. കൊച്ചിയിലെ ഈ അടി നോക്കിക്കാണുകയാണോ, പുറമേ നിന്ന് നോക്കിക്കാണുകയാണോ? ഇടത് സഹയാത്രികൻ എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. എന്നിരുന്നാൽ പോലും കോൺഗ്രസിന് ജനങ്ങളുടെ മാൻഡേറ്റ് ലഭിക്കുമ്പോൾ എല്ലാ കാലത്തും ഉണ്ടാകുന്നത് പോലെ ഭസ്മാസുരന് ലഭിച്ച വരം പോലെയാണ് കോൺഗ്രസിന് ജനങ്ങളുടെ മാൻഡേറ്റ് ലഭിക്കുക. ഇപ്പോ ആഭ്യന്തര കലാപം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്കും ഗ്രൂപ്പ് വഴക്കുകൾ പരസ്പരം പോരടിക്കുന്ന തരത്തിലേക്കും കൊച്ചി പോലുള്ളൊരു നഗരത്തിന്റെ മേയർ തെരഞ്ഞെടുപ്പ് തന്നെ വഴിവെച്ചിരിക്കുന്നു എന്നതും മുതിർന്ന നേതാക്കന്മാർ പരസ്യമായ അഭിപ്രായം പറയുന്നു എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, മുൻകാലങ്ങളിലുള്ള ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നത് ആര് എന്നത് സംബന്ധിച്ച് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിൽ അതിശക്തമായ പോരാട്ടം ഉണ്ടാകും എന്നതിന്റെ സൂചന കൂടിയാണ് ഇത്. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്ന് എന്ന യാഥാർത്ഥ്യ ബോധമാണ് ഇടതുപക്ഷ മനസ്സുകളിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ മേഖലകളിൽ ഉള്ളത് എന്നുള്ളതാണ്. ഇത് എല്ലാ കാലത്തും കോൺഗ്രസ് അനുവർത്തിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ ദിശയാണ്. ആ ദിശയിൽ തന്നെ യാദവ കുലത്തിന് ലഭിച്ച ഒരു പാഴ്വാക്ക് പോലെ അല്ലെങ്കിൽ ശാപം പോലെയാണ് കോൺഗ്രസിനെ ഏതെങ്കിലും ഘട്ടത്തിൽ ജനങ്ങൾ മാൻഡേറ്റ് നൽകിയാൽ സംഭവിക്കുക എന്നതിന്റെ സൂചനയാണ്. ഏതു മുതിർന്ന നേതാവിനെയും തള്ളിമാറ്റി സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിൽ സാമുദായിക സമവാക്യങ്ങൾക്ക് സാമുദായിക നേതാക്കന്മാർക്ക് അടിയറവ് വെക്കുന്ന തരത്തിലേക്ക് എല്ലാ കാലത്തും കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. വിവാഹം കൊണ്ട് ലത്തീൻ കത്തോലിക്കയായ ഒരാളെ മേയർ പദവിയിലേക്ക് എത്തിക്കുകയും അതുവഴി മറ്റൊരാളെ വിവാഹം കൊണ്ട് ഹിന്ദുമതത്തിലേക്ക് പോയി എന്നത് സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരാളെ ഒഴിവാക്കുകയും ചെയ്യുന്ന വിചിത്രമായ കാഴ്ചയായിരുന്നു കൊച്ചിയിലെ മേയർ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നതുകൂടിയാണ് കോൺഗ്രസ് നടത്തുന്ന സോഷ്യൽ